ഡിഫിക്കൽട്ടായിരുന്നു കയറുമ്പോൾ. ഇറങ്ങുമ്പോൾ കുറച്ച് സിമ്പിളാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയാണ് അവൾ. കൂടാതെ ഏഷ്യയിലെ ഏറ്റവും കൂടി പ്രായം കുറഞ്ഞ കുട്ടി. ഇവൾക്ക് 5 വയസ്സുള്ളപ്പോൾ ഞങ്ങൾ യു എയിലെ ഏറ്റവും ഹയസ്റ്റ് പീക്ക് ജബൽ ജെയ്സ് കയറി. വിഷമിച്ചിട്ടാണ് തിരിച്ചറിഞ്ഞ. പക്ഷെ അവിടെ ഏകദേശം ഒരു -12 തണുപ്പുണ്ടായിരുന്നത്. അവളുടെ കാലുകളൊന്നും വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നീങ്ങുന്നില്ല. ഫുൾ മഞ്ഞിൽ പുഴുന്നു പോവാണ് കാലുകൾ. ക്ഷീണം വരും, അതുകൊണ്ട് കുറച്ചൊരു 1 minute ബ്രേക്ക് എടുക്കും. മലയാളി കമ്മ്യൂണിറ്റിയിലുള്ള ഒരു പ്രത്യേകത ഇതാണ്, ഒരു യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അധിക ചിലവാണ്, അതൊരു ആഡംബരമാണ്. ഒരെണ്ണം ജബൽ ജെയ്സ് കയറിയത് ഒരു മന്ത് ഡബിൾ കയറിക്കൊണ്ട് 1 month എടുക്കും. എനിക്ക് ബുക്ക് ഓഫ് റെക്കോർഡ് ഇട്ടാൽ ഒരു 4 വയസ്സായാലും 5 വയസ്സായാലും സ്ട്രോളർ ഉപയോഗിക്കുന്ന കുട്ടികൾ ഇഷ്ടംപോലെയുണ്ട്. അതായത് നമ്മുടെ കുട്ടി നടക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നൈസായിട്ട് ആ സ്ട്രോളർ മാറ്റുക എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ. ചില കുട്ടികൾക്ക് മണ്ണിലിരിക്കുക, കയ്യിൽ പൊടിയാമെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഹൈജീൻ ഇഷ്യൂസാണ്. അതൊന്നും നിൽക്കില്ല. അടുത്തത് കിളിമാഞ്ചാരോ. മല കയറാൻ ഇഷ്ടമില്ലാത്ത കുട്ടിക്ക് ഒരു കുട്ടി കയറി എന്ന് കണ്ടിട്ട് എത്ര നമ്മുടെ മോട്ടിവേഷൻ കൊടുത്താലും ആൾ കയറില്ല. പക്ഷെ ആൾക്ക് വേറെ ആയിരിക്കും അത്. ആ ഒരു സംഭവം കണ്ടുപിടിക്കലാണ് ഒരു പാരന്റിന്റെ ഒരു ടാസ്ക് എന്ന് തോന്നുന്നത്. ടർക്കിയിൽ എന്താ ഇഷ്ടപ്പെട്ടെ? മുട്ടൈ. നോർത്ത് ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ മൗണ്ട് തുപ്കാൽ എന്ന കൊടുമുടി കീഴടക്കിയ ഒരു കൊച്ചുമിടുക്കിയും അച്ഛനുമാണ് ഇന്ന് നമ്മുടെ കൂടെ ക്യൂ അഭിമുഖത്തിലുള്ളത്. വെൽക്കം ഇയ കൃഷ്ണ ആൻഡ് കൃഷ്ണരാജ്. ഹൗ ഓൾഡ് ആർ യു? 8 years. ഇനി എന്തിനാ ഇവിടെ വന്നേ? മല കയറാൻ. മല കയറാൻ ഇവിടെ എന്തിനാ വന്നേ? ഇവിടെ ഇന്റർവ്യൂ എടുക്കാൻ. ഇന്റർവ്യൂ എടുക്കാൻ. എന്തിനാ ഇന്റർവ്യൂ കൊടുക്കണേ? മല കയറിക്കൊണ്ട്. ഏത് മലയാ കയറിയത്? തപ്കുൽ. യങ്ങസ്റ്റ് ആണല്ലേ ഇതുവരെ? നമ്മുടെ റെക്കോർഡ്സ് ചെക്ക് ചെയ്തപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയാണ് അവള്. കൂടാതെ ഏഷ്യയിലെ ഏറ്റവും കൂടി പ്രായം കുറഞ്ഞ കുട്ടിയാണ്. മുന്നേ ചെയ്തിരിക്കുന്ന അയർലാൻഡും അതേപോലെ മൊറോക്കോയിലുള്ള ഒരു 6 വയസ്സായ 2 കുട്ടികളാണ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ റീജിയനിൽ ഇവളാണ് ഏറ്റവും പ്രായം കുറഞ്ഞത്. ഇതൊക്കെ അറിയോ? ഇതൊക്കെ അറിഞ്ഞിട്ടാണോ കയറിയത്? ഇല്ല. കയറി കഴിഞ്ഞിട്ടാണോ അറിഞ്ഞത്? ഇത് രണ്ടാമത്തെ അറ്റംപ്റ്റ് ആയിരുന്നു കയറുന്നത്. ആദ്യമായിട്ട് ഈ മലയൊക്കെ കയറുമ്പം എന്താ തോന്നിയേ? ഡിഫിക്കൽട്ടായിരുന്നു കയറുമ്പോൾ. ഇറങ്ങുമ്പോൾ കുറച്ച് സിമ്പിളാണ്. ആദ്യമായിട്ട് കയറിയപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അല്ലേ? ഇല്ല, മഞ്ഞായിക്കൊണ്ട്. അപ്പൊ ഇങ്ങനെ എന്താ തോന്നിയേ? വിഷമിച്ചിട്ടാണ് തിരിച്ചറിഞ്ഞ. അതുകൊണ്ട് ഒരു വട്ടം കൂടി ചെയ്യാന്നാണ് പ്ലാൻ. അതുകൊണ്ട് കയറി. അപ്പൊ രണ്ടാമത് കയറിയപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ അത് എന്തൊക്കെ ചേഞ്ചസ് വല്ലതും കണ്ടായിരുന്നു? എന്തൊക്കെ നമ്മൾ മാറ്റി ചെയ്തതെന്ന്? നേരത്തെ സ്നോ ഉണ്ടായിരുന്നു, ഇപ്പോഴത്തെ സ്നോ ഇല്ല. ചില സാധനങ്ങൾ മഞ്ഞായിക്കൊണ്ട് കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് സമ്മർ ആയിക്കൊണ്ട് ചില സാധനം കാണാൻ പറ്റി. അപ്പോൾ ഇത് ആദ്യം എങ്ങനെയാണ് ഇങ്ങനെ കുട്ടിക്ക് ഒരു ട്രെക്കിംഗ് തുടങ്ങാം എന്നൊക്കെ എങ്ങനെയാണ് ഒരു പേരന്റ് എന്ന നിലയിൽ കണ്ടത്? അത് സത്യം പറഞ്ഞ ഒരു കഥ പോലെ വേണമെങ്കിൽ കാരണം ഇവൾക്ക് 5 വയസ്സുണ്ടായപ്പോഴാണ് ഒരു ശബരിമല യാത്ര നടത്തി. അപ്പോൾ ശബരിമല യാത്ര നടത്തിയപ്പോൾ ഇവളുടെ കസിനും കൂട്ടിയിട്ടാണ് വന്നത്. പക്ഷെ അന്ന് അടിപൊളിയായിട്ട് സുഖമായിട്ട് ഒറ്റയ്ക്ക് കയറി. നമ്മളോട് എടുക്കാനോ കാര്യങ്ങളോ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞില്ല. വീഴും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതൊക്കെ താഴേക്ക് ഇറങ്ങുകയും ചെയ്തു. അപ്പം ഞാൻ ഈ ഇടയ്ക്ക് മൗണ്ടൻ ക്ലൈമ്പിങ്ങിനും കാര്യങ്ങളൊക്കെ യു എയിൽ പോകുന്ന ഒരു എക്സ്പീഡിഷൻ രീതിയിൽ പോയിട്ടില്ല. ഇതാണ് എൻ്റെ ഫസ്റ്റ്. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഒരു കോച്ച് ഉണ്ട്, നാസർ എന്നാണ് എൻ്റെ പേര്, നാസർ ഹുസൈൻ. അവന് ഗ്രീൻ വേ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനമുണ്ട്. അപ്പോൾ അവർ ഈ ഹൈക്കിങ്ങും കാര്യങ്ങളൊക്കെ നടത്തുന്നൊരു കൂട്ടായ്മയാണ്. അപ്പോൾ അതിൽ ഞാൻ അവനോട് പറഞ്ഞു, ഓക്കെ ഇങ്ങനെ ഇവിടെ കയറി നമുക്കൊന്ന് ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചു. അപ്പോൾ അവൻ പറഞ്ഞു ഏകദേശം ഒരു 7-8 വയസ്സൊക്കെ ആകുമ്പോഴാണ് ശരിക്കും മല കയറാൻ സ്റ്റാർട്ട് ചെയ്യുക. എന്നാലും നീ കൊണ്ടുപോകാം, നമുക്ക് നോക്കാം. അങ്ങനെ ഞങ്ങൾ അവിടെ മസാഫിന്നും ഫുജിറ എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലങ്ങളുണ്ട് യു എയിൽ. അവിടെ ഒരു 1, 2, 3 മലകളൊക്കെ ഒന്ന് കയറ്റിച്ച് നോക്കിയപ്പോൾ നമ്മൾ സുഖമായിട്ട് കയറുന്നുണ്ട്, നമ്മൾ പറയുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവൾക്ക് ട്രെയിനിങ് കൊടുത്ത് വീക്കെൻഡ്സിലൊക്കെ മല കയറാൻ വേണ്ടി ട്രെയിനിങ് കൊടുത്ത് ഇവൾക്ക് 5 വയസ്സുള്ളപ്പോൾ ഞങ്ങൾ യു എയിലെ ഏറ്റവും ഹയസ്റ്റ് പീക്ക് ജബൽ ജെയ്സ് കയറി. അത് ഏകദേശം 1932 മീറ്ററോളം ഉയരം വരുന്നൊരിതാണ്. ഇതൊരു ദിവസം കൊണ്ട് ഏകദേശം ഒരു 16 കിലോമീറ്ററോളം വരുന്ന. അന്ന് അവൾക്ക് അതിൻ്റെ ബുക്ക് ഓഫ് റെക്കോർഡ്സും കിട്ടി. അതാണ് അവളുടെ ഫസ്റ്റ് റെക്കോർഡ്. പിന്നെ അതിനുശേഷം ഞങ്ങൾ ഓക്കെ ഇവളൊരു പ്രൊഫഷണൽ ഹൈക്കറാണെന്നുള്ളൊരു ഇതിൽ വന്നപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള ഫുഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് അവളെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരായിരുന്നു ചെയ്തത്. അങ്ങനെയാണ് ഈ ഒരു എക്സ്പെഡീഷനിലേക്ക് വന്നത്. ഈ എക്സ്പെഡീഷൻ ഞങ്ങൾ തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ മാർച്ചിലാണ്. 7 വയസ്സിൽ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പ്ലാൻ ചെയ്തു. പക്ഷെ അവിടെ ഏകദേശം ഒരു -12 തണുപ്പുണ്ടായിരുന്നത്. ഇവളുടെ കാലുകളൊന്നും വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നീങ്ങുന്നില്ല. ഫുൾ മഞ്ഞിൽ പുഴുന്നു പോവാണ് കാലുകൾ. പിന്നെ നമ്മൾ കുട്ടി വെച്ച് റിസ്ക് എടുത്തില്ല.
അതുകൊണ്ട് ഞങ്ങളത് ഡ്രോപ്പ് ഔട്ട് ചെയ്ത് വന്നു. ആഫ്റ്റർ മഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു വെക്കേഷൻ ആയപ്പോൾ ഞങ്ങൾ വീണ്ടും ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും പോയി. അങ്ങനെയാണിത് എക്സ്പെഡിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. അപ്പൊ ശരിക്കും ഒരു വണ്ടർ കിഡ് ആണല്ലേ? ആണോ? അതെ. അപ്പം ഈ മലയൊക്കെ കയറുമ്പം ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഇത് കയറാനൊക്കെ? അല്ല. അല്ല. എങ്ങനെ ഇത് കയറുമ്പോ എന്താ തോന്നി? ആദ്യം 5ാമത്തെ വയസ്സിലല്ലേ കയറുന്നത്? അപ്പൊ അന്ന് എന്താ തോന്നി? എങ്ങനെയാ കയറുന്നൊക്കെ? സ്വന്തമായിട്ട് നടന്നൊക്കെ പോവോ അതോ അച്ഛൻ എടുക്കാൻ പറയോ? ഇല്ല. അപ്പൊ എങ്ങനെയാ കയറുമ്പോ എന്തൊക്കെ കാണാൻ പറ്റുമോ? കാഴ്ചയൊക്കെ കാണാൻ പറ്റുമോ? എന്തൊക്കെയെന്ന് പറയാവോ? എങ്ങനെയാ കയറുന്നതെന്നൊക്കെ? കേറുന്ന നോർമൽ ആയിട്ടാ, ഇറങ്ങുന്നത് ചിലപ്പോ ഇടയ്ക്ക് സ്ലിപ്പാവും. ഇറങ്ങുമ്പോ സ്കിഡാണ് ചിലപ്പോ. കയറുമ്പോ കുഴപ്പമൊന്നുമില്ല, ടയർഡൊന്നും ആവാറില്ല, ക്ഷീണമൊന്നും തോന്നാറില്ല? ക്ഷീണം വരും, അതുകൊണ്ട് കുറച്ചൊരു 1 minute ബ്രേക്ക് എടുക്കും. 1 minute ബ്രേക്ക് എടുത്തിട്ട് പിന്നെ കണ്ടിന്യൂ ചെയ്യും. അപ്പൊ ഈ നമ്മൾ ഈ മലയൊക്കെ കയറുമ്പോൾ അവിടെ കുറെ റിസ്ക്, ഭയങ്കര ആനിമൽസ് ഒക്കെ കണ്ടിട്ടുണ്ടോ? ഒരു മ്യൂള് പോയ സാധനമാണ് നമ്മൾ ലഗേജ് എല്ലാം എടുക്കുന്നത്. പിന്നെ റെഫ്യൂജ് നമുക്ക് വെച്ച് തരും. വേറെ ആനിമൽസിനൊക്കെ ഗോട്ട്, ഷീപ്പ്. അപ്പൊ ഈ ഒരു കുട്ടി ആസ് എ പേരന്റ് ഇത്രയും ചെറിയൊരു കുട്ടീനെയും കൊണ്ട് നമ്മൾ ഇങ്ങനൊരു വലിയ കാര്യമാണല്ലോ ഇത്. ഭയങ്കര, നമ്മളൊരു നോർമൽ ഒരു മല കയറാനായാലും അതിൻ്റെതായ പ്രൊസീജിയേഴ്സ് ഉണ്ട്, ഹെൽത്ത് അസിസ്റ്റൻസ്, മെഡിക്കൽ അസിസ്റ്റൻസ്. ആ ഒരു പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ് ഒരു ചെറിയ കുട്ടീനെയും കൊണ്ട് പോകുമ്പോൾ? ചെറിയ കുട്ടീനെ കൊണ്ട് പോകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മളെക്കാളും കുറച്ചും കൂടി പവർ കൂടുതലാണ് കുട്ടികൾ. അവർ പെട്ടെന്ന് കയറും. അപ്പോൾ അവരുടെ ഒരു മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ മൈൻഡ് ഔട്ട് ആവാതിരിക്കുക എന്നുള്ളതാണ്. ഇവർക്ക് ബോറടിക്കുക, മടി പാടില്ല എന്നുള്ളൊരു ഇതാണ്. കുട്ടികളെന്ന് പറയുമ്പോൾ അവർ വീട്ടിൻ്റെ ഉള്ളിൽ കളിച്ചിട്ടും പാർക്കിലൊക്കെ ആണെങ്കിൽ എത്ര നേരം കളിച്ചാലും അവർക്ക് മതിയാവില്ല. പക്ഷേ ഇത് ഒരേ ടെറൈന് ഒരേ രീതിയിലുള്ളാകുമ്പോൾ അവർക്ക് കുറച്ച് ബോറടിക്കും. അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിയിലൊക്കെ കാണുന്ന ചെടികളെ പറ്റി സംസാരിക്കും. ഈ കല്ലുകൾ പല കല്ലുകളായിരിക്കുമല്ലോ ഓരോ ടെറൈനിൽ, അപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കും. പിന്നെ അവിടെയുള്ള എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ, മൊറോക്കോയിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ പിയേഴ്സ്, ചെറി, ഇങ്ങനത്തെ ഫ്രൂട്ട്സൊക്കെ ഉണ്ടാവും. അപ്പം അതിനെ കാണിച്ചു കൊടുക്കും, അതിനെപ്പറ്റി പറയും. ഇപ്പോൾ ഇവർ മൈൻഡ് ഫുൾ ടൈം ഇതിൻ്റെ ഉള്ളിൽ തന്നെ കൊണ്ട് നടക്കാൻ നോക്കും ഞങ്ങൾ. അല്ലെങ്കിൽ ഇവർ മൈൻഡ് ഔട്ടായി കഴിഞ്ഞാൽ ഇവർക്ക് ബോറടിക്കും. പിന്നെ ഇവർക്ക് നടക്കാനോ പിന്നെ ഒന്നും ഒരു സുഖം കിട്ടത്തില്ല. ആദ്യം ഒരു മൈൻഡ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ഫുഡാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഇന്നൊരു ഹൈക്ക് ഉണ്ടെങ്കിൽ തലേദിവസം ലേറ്റ് നൈറ്റ് ഫുഡ് കൊടുക്കാതിരിക്കുക. നേരത്തെ കൂട്ടി ഭക്ഷണമൊക്കെ കൊടുത്ത് അത് ഡൈജസ്റ്റ് ആവുന്ന രീതിയിലുള്ള ചേഞ്ച് ഏർലി മോർണിംഗിൽ തുടങ്ങും. അപ്പോൾ ലേറ്റ് നൈറ്റ് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ അത് ഡൈജസ്റ്റ് ആവില്ല, എന്തായാലും വൊമിറ്റ് ചെയ്യും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പോകുന്നതിൻ്റെ തലേദിവസം ശ്രദ്ധിക്കും. പിന്നെ അതുപോലെ പ്രോട്ടീൻ റിച്ച് ഫുഡാണ് കൊടുക്കുക. ഡീഹൈഡ്രേറ്റ് ആയിട്ട് ആവാതിരിക്കാൻ വേണ്ടി ഇലക്ട്രോലൈറ്റ് വാട്ടേഴ്സ് കൊടുക്കും, പ്രോട്ടീൻ ബാർസ് കൊടുക്കും. അതൊക്കെ ആ ഒരു കയറുന്ന സമയത്ത് നമ്മൾ അവർക്ക് ക്ഷീണം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇൻ കേസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ പെട്ടെന്ന് താഴ്ത്തിക്ക് ഇറക്കാറുള്ളൂ. ഇൻ കേസ് നമ്മളിപ്പോൾ ഈ മൗണ്ട് തുപ്പുക്കൽ പോലുള്ള വലിയ മലകളൊക്കെ ആകുമ്പോൾ നമ്മൾ ഈ പൾസ് ഓക്സിമീറ്ററൊക്കെ നമ്മളെ കയ്യിൽ കൊണ്ടുപോകും. ഇവരെ വിരൽ വെച്ച് നമ്മൾ ഓരോ നൈറ്റും നോക്കും, നമ്മൾ ഓക്സിജൻ ലെവൽ കുറയുന്നുണ്ടോ, കാര്യങ്ങളുണ്ടോ. പിന്നെ ഇവർ നമുക്ക് മൈൻഡ് അനുസരിച്ച് നമുക്ക് അറിയാൻ പറ്റും. തലവേദന, അതൊക്കെയാണ് ആദ്യം വരുന്ന ഈ ആൾട്ടിറ്റ്യൂഡ് ഇഷ്യൂസ് വരുമ്പോൾ തലവേദന, ആൾട്ടിറ്റ്യൂഡ് സിക്നസ് ഒക്കെ ആയിട്ട് കുറച്ച് ഇതുണ്ടാവും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇവരെ ഒരു ക്യാരക്ടർ വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ പ്രൊഫഷണൽ ഗൈഡ് നമ്മുടെ കൂടെ ഉണ്ട്, നാസർ, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അവനുള്ളതുകൊണ്ട് ഒരു 80% അവൻ്റെ കയ്യിലാണ്, അവനിലാണ് ഞാനിതൊക്കെ പഠിച്ചതും. അപ്പോൾ ആ ഒരു ഇത് ഇവൾക്ക് ട്രെയിനിങ് അങ്ങനെ കൊടുത്തു എന്ന് മാത്രം. ഈ മൗണ്ട് തുപ്കാൽ ഈ ഒരു കയറ്റം ഇത് എത്ര ദിവസത്തെയായിരുന്നു? ഹൗ ലോങ് ഇറ്റ് വാസ്? ഇത് ഏകദേശം 3 ദിവസമാണ് നമുക്ക് എടുക്കുന്നത്. ശരിക്കും 2 ദിവസം കൊണ്ട് നമുക്ക് ചെയ്യാം. പക്ഷെ നമ്മൾ അക്ലമറ്റൈസേഷൻ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. നമ്മുടെ ബോഡി മൗണ്ടൈൻ്റെ ആ ഒരു ഹൈറ്റിലേക്ക് നമ്മുടെ ബോഡി അഡാപ്റ്റ് ആയിട്ട് പോകണം. ഇല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ കൊളാപ്സ് ആവാനും അക്ലമറ്റൈസേഷൻ ഇഷ്യൂസ് വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു 3 ദിവസം എടുത്തിട്ടാണ് നമ്മളിത് കയറി ഇറങ്ങുന്നത്. ഓരോ ദിവസവും ഓരോ ഹൈറ്റിൽ നിന്ന് പിറ്റേ ദിവസം അവിടെ നിന്ന് കുറച്ചും കൂടി കയറി പിന്നെ ലാസ്റ്റ് ദിവസമാണ് നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു വരുന്നത്. സെക്കൻഡ് ഡേ നമ്മൾ ഏകദേശം ഒരു 3200, നമ്മൾ നേരത്തെ റെഫ്യൂജ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. റെഫ്യൂജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബേസ് ക്യാമ്പാണ്. മൗണ്ട് തുപ്പുക്കലിലെ ഏറ്റവും ടോപ്പിലുള്ള ബേസ് ക്യാമ്പാണ് റെഫ്യൂജ് എന്ന് പറഞ്ഞാൽ. ഇവിടെ ഈ അന്നപൂർണ്ണ ബേസ് ക്യാമ്പ് എന്നൊക്കെ പറയില്ല, എവറസ്റ്റ് ബേസ് ക്യാമ്പ്, എല്ലാ മലയ്ക്കൊരു ബേസ് ക്യാമ്പ് ഉണ്ടാവും. ആ ബേസ് ക്യാമ്പ് എന്നാണ് നമ്മൾ പിന്നെ സബ്മിറ്റിലേക്ക് പുഷ് ചെയ്യുന്നത്. ആ ബേസ് ക്യാമ്പിൽ നിന്ന് ഏകദേശം ഒരു 950 മീറ്ററും കൂടി ഉണ്ട് നമുക്ക്. പിന്നെ അത് ഏകദേശം ഒരു 4 കിലോമീറ്റർ, അപ്പോൾ ഭയങ്കര സ്റ്റീപ്പാണ്. അപ്പോൾ ആ സ്റ്റീപ്പ് കയറി ആ സ്റ്റീപ്പ് പെട്ടെന്ന് തന്നെ ഇറങ്ങണം. പിന്നെ ഓൾട്ടിറ്റ്യൂഡിലധികം നമ്മൾ സമയം നിൽക്കാറുണ്ട്, പെട്ടെന്ന് തന്നെ തിരിച്ചു വരിക ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഈ 3 ദിവസമൊക്കെ നമ്മൾ മല കയറുമല്ലേ, അപ്പോൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലും തോന്നിയോ ഇത് മതി, എനിക്ക് ഇനി ചെയ്യാൻ പറ്റൂല എന്നൊക്കെ തോന്നിയായിരുന്നു എപ്പോഴെങ്കിലും? ഇല്ല. തോന്നിയില്ല? അമ്മയെ കാണുമെന്നൊക്കെ പറഞ്ഞ് വാശിയൊക്കെ പിടിച്ചായിരുന്നു എപ്പോഴെങ്കിലും? എപ്പോഴെങ്കിലും ഇല്ല. അപ്പം ഈ മലയൊക്കെ കയറുമ്പം ചിലപ്പോൾ ഈ അച്ചിപ്പ പറഞ്ഞ പോലെ മടി, ബോറടി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങനത്തെ എന്തെങ്കിലും ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ട് ഈ ഒരു കയറ്റത്തിൽ എപ്പോഴെങ്കിലും?
ഈ ഒരു കയറ്റത്തിൽ അവൾക്ക് അങ്ങനെയില്ല. പിന്നെ നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം കുട്ടികളുടെ ഒരു കൂട്ടായ്മ പോലെ ഇതേപോലെ ഫ്രണ്ട്സിൻ്റെ മക്കളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരെ നമ്മൾ ജോയിൻ ചെയ്യാൻ നോക്കും. അപ്പോൾ ഇവർ തമ്മിലൊരു കളിയും കാര്യങ്ങളായിട്ടായിരിക്കും. അപ്പോൾ ഇവർക്ക് കയറുന്നത് തന്നെ അറിയുണ്ടാവില്ല. അപ്പോൾ നമ്മൾ മാക്സിമം അങ്ങനെ കയറുമ്പോൾ 2-3 കുട്ടികളെയും കൂടി അതിലൊരു ബെൽറ്റ് പോലെ ഉണ്ടാക്കാൻ നോക്കും. പക്ഷെ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ മുമ്പ് പോകേണ്ട ഒരു കുട്ടിയും കൂടി ഉണ്ടായിരുന്നു. ആദി എന്നാണ് അവൻ്റെ പേര്. പക്ഷേ ഈ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് ഫ്ലൈറ്റും നേരെ ക്യാൻസൽ ആയതുകൊണ്ട് ഞങ്ങളുടെ പ്ലാൻ മൊത്തം മാറി. ഞാൻ ആദ്യക്ക് വരാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ആദ്യം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും വീണ്ടും പറഞ്ഞും കളിച്ചിട്ടൊക്കെയാണ് ഇവർ കയറുക. ആ ഒരു പാറ്റേൺ നമ്മൾ എപ്പോഴും കൊണ്ടുപോകാൻ നോക്കാറുണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് ടൈം ഇങ്ങനെ നമ്മൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞു നമ്മൾ ശബരിമല കയറി അങ്ങനെയാണ് ഇതൊരു ആലോചിക്കുന്നത്. അപ്പം സർ ഒരു ട്രാവലൊക്കെ ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു. പണ്ട് വ്ളോഗിങ് ഒക്കെ ഉണ്ടായിരുന്നു. ചെറിയ രീതിയിൽ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അങ്ങനെ വലിയ രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ യാത്രകൾ എപ്പോഴും ഉണ്ട്, യാത്രകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ബേസിക്കലി ഒരു ട്രാവൽ എൻതൂസിയാസ്റ്റ് ആണ്. അപ്പൊ അതിന്റെ ഒരു ഇതിലാണ് കുട്ടീനെ സാറിന് എപ്പോഴെങ്കിലും ചെയ്യാൻ പറ്റാന്നൊരു ആഗ്രഹം, ആ ഒരു രീതിയിലാണ് കുട്ടീനെ ഇങ്ങനെ ചെയ്യുന്നത്. അത് കറക്റ്റ് ആണ്. എന്ന് വെച്ചാൽ നമ്മളെ കുട്ടിക്കാലത്തൊന്നും അങ്ങനെ ഹൈക്കിങ് കാര്യങ്ങളും നമുക്ക് അങ്ങനെ വലിയ നോളജ് ഇല്ല. പിന്നെ സോഷ്യൽ മീഡിയ ഇത്രയും ഇതുണ്ടായിരുന്നില്ലല്ലോ. നമ്മൾ അവിടെ പോയപ്പോഴാണ് ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ ഇവര് കുട്ടിക്കാലത്ത് തന്നെ ഇതൊക്കെ പഠിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇവര് കൂടെ കൂട്ടുന്നത്. അപ്പം ഇങ്ങനെ ഒരു ആഗ്രഹം, നമുക്കൊരു ഡ്രീം ഉണ്ട്, അച്ഛൻ്റെ ഒരു ഇഷ്ടം എന്നതിനപ്പുറം ഒരു കൺസേൺ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? കുട്ടിക്ക് എന്തെങ്കിലും, കുട്ടിക്ക് അത് ബുദ്ധിമുട്ടാകുമോ, അങ്ങനെ ഒരു കൺസേൺ എന്തെങ്കിലും ആസ് എ പേരന്റ്, ഒരു അച്ഛൻ എന്ന നിലയിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഓരോ മല കയറാൻ പോകുമ്പോഴും നെക്സ്റ്റ് നമ്മളൊരു പ്ലാൻ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവളും നോർമലി പ്രിപ്പയർഡ് ആണ് ആ ഒരു യാത്രയ്ക്ക്. അപ്പോൾ അച്ഛൻ നമ്മൾ നാളെ എത്ര മണിക്ക് പോകും, ഇന്നൊക്കെ നമ്മൾ പോകുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കും, വെള്ളവും കാര്യങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾക്ക് ഒരു പാറ്റേൺ ഉണ്ട്. തലേദിവസം എല്ലാം റെഡിയാക്കി വെക്കും, ഷൂ സെറ്റ് ചെയ്ത് വെക്കും, എല്ലാം സെറ്റ് ചെയ്ത് വെക്കും. രാവിലെ എൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ ഫുജിറ എന്നുള്ള സ്ഥലത്തായിരിക്കും. അപ്പോൾ ചിലപ്പോൾ റാസൽഖൈമയ്ക്കൊക്കെ ആണെങ്കിൽ 2 മണിക്കൂർ യാത്രയുണ്ട്. അപ്പം ഞങ്ങളൊരു 2 മണി 3 മണിയാകുമ്പോൾ ഞാൻ ഇവിടെ ഉറക്കത്തിൽ തന്നെ എടുത്ത് വണ്ടിയിലിട്ടിട്ട് പോകാറുണ്ട്. പക്ഷെ ഇവള് തലേദിവസം രാത്രി പ്രിപ്പയർഡ് ആണ്. ഒരിക്കലും നമുക്ക് ഇവൾക്കൊരു മടിയായിട്ട് തോന്നിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഫോഴ്സ്ഫുള്ളി അല്ല ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കൊരു ഒരു കുട്ടീനെ കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ തോന്നിയിട്ടില്ല. എന്തായാലും ഇപ്പോഴല്ലെങ്കിൽ നാളെ ഇവൾക്ക് അതൊരു ഉപകാരമായിട്ട് മാറും എന്നുള്ള പ്രതീക്ഷയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇപ്പം നമ്മുടെ നാട്ടുകാരാണ്, എന്തെങ്കിലുമൊക്കെ അവര് ഇപ്പം ഫാമിലിയിലായാലും ഫ്രണ്ട്സിലായാലും നെഗറ്റീവ്സ് വരാം. ഇങ്ങനെ നീ ചെയ്യരുത്, കുട്ടിക്ക് അത് മോശം, അല്ല കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ റിസ്ക് ആണ്. ഇപ്പൊ ഇതിപ്പം അന്ന് തണുപ്പായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അപ്പൊ അങ്ങനത്തെ ഇഷ്യൂസ് വരുമ്പോഴൊക്കെ അതൊരു നെഗറ്റീവ്സ് അങ്ങനെ കേട്ടിട്ടുണ്ടാവും. അപ്പൊ അങ്ങനത്തെ എക്സ്പീരിയൻസസ് ഉണ്ടോ? ആൾക്കാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നെഗറ്റീവ്സ് വളരെ നല്ലോണം ഉണ്ട്. പക്ഷെ എന്താ വെച്ചാൽ നമ്മളത് എടുക്കുന്ന ഒരു രീതിയാണ്. അത് സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴല്ല, എൻ്റെ യാത്രകളിൽ നിന്നാണ് എനിക്ക് തുടങ്ങിയത്. ഞാൻ ആദ്യം കുറച്ചൊക്കെ യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ ആൾക്കാർ നമ്മുടെ ഈ മലയാളി കമ്മ്യൂണിറ്റിയിലുള്ള ഒരു പ്രത്യേകത ഇതാണ്, ഒരു യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അധിക ചിലവാണ്, അതൊരു ആവശ്യമുള്ള കാര്യമല്ല, അതൊരു ആഡംബരമാണ് എന്നുള്ള ഒരു മെൻറ്റാലിറ്റി എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ എനിക്ക് ആദ്യം കിട്ടിയത് അവിടെ നിന്നാണ് ഈ ഒരു നെഗറ്റീവ്സ്. എന്തിനാണ് ഇത്ര യാത്ര ചെയ്യുന്നത്, എന്തിനാണ് നേടുന്നത് എന്നുള്ളത്. അപ്പോൾ ആദ്യമൊക്കെ നമുക്കൊരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ഇത് നമ്മൾ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമില്ല. പിന്നെ കുട്ടിയുടെ സൈഡിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് മെയിൻ പ്രശ്നം ഫാമിലിയാണ്. ഫാമിലി വെച്ചാൽ വൈഫിനെ പറഞ്ഞ് മനസ്സിലാക്കാം. പക്ഷേ വൈഫിൻ്റെ ഫാമിലി, എൻ്റെ ഫാമിലി, ഇതൊക്കെ ഇവർ കാണും. ഈ സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ കാണും. ഇവർക്കൊരു പേടിയുണ്ടാവും. ഇവർ നമ്മളോട് പറയുന്നുണ്ടെങ്കിലും ഒരു ഫിൽറ്റർ ചെയ്തിട്ടായിരിക്കും നമ്മളോട് പറയുക. ഫുള്ള് പറയത്തില്ല. പക്ഷെ മുഖത്തൊക്കെ പറയാനൊരു മടി കൊണ്ടൊരു ഫിൽറ്റർ ചെയ്തിട്ടാണ് പറയുക. പക്ഷെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ അവരൊന്നും ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, എന്താണ് കാര്യങ്ങൾ എന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവളുടെ പ്രായം എന്ന് വെച്ച് നോക്കുമ്പോൾ ഇതിലേക്കാളും പ്രായം കുറഞ്ഞ കുട്ടികളാണ് ഇത് അച്ചീവ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ ഫോറിനേഴ്സാണ്. അവരുടെ ഒരു റുട്ടീൻ സ്റ്റൈലാണ് ഈ പറയുന്ന നടത്തുന്ന സൈക്ലിങ് കാര്യങ്ങൾ, അതൊക്കെ അവരുടെ റുട്ടീൻ സ്റ്റൈലാണ്. അപ്പം നമ്മളെക്കാളും ഫിസിക്കായിട്ടും എല്ലാമായിട്ടും അവർ കുറച്ചും കൂടി ബ്രില്യൻ്റ് ആണ്. അവരെ കുട്ടികളും കുറച്ചും കൂടി ബ്രില്യൻ്റ് ആണ്. അപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവരെ കുട്ടികൾ കയറുന്ന കാണുമ്പോഴും എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഫിസിക്കും അവരുടെ ഫിസിക്കും നമ്മൾ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ അവരായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഇതിനെപ്പറ്റി അറിയാത്ത ആൾക്കാർ പറയുന്നതായിട്ടല്ല കമ്പയർ ചെയ്യുന്നത്. സോ അതൊന്നും ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. പിന്നെ നമ്മൾ പ്രോപ്പർ ഗൈഡൻസും കാര്യങ്ങളെല്ലാം എടുക്കുന്നുണ്ട്. അങ്ങനെ വെറുതെ പോകുന്നതല്ല. പ്രോപ്പർ പ്രൊഫഷണൽ ഹൈക്കേഴ്സ് കോഴ്സ്, മൗണ്ടനിയറിങ് കോഴ്സ് കഴിഞ്ഞ ആൾക്കാരുടെ അടുത്താണ് നമ്മൾ അഡ്വൈസ് എടുത്തിട്ട് പോകുന്നത്. പ്രശ്നങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്, പക്ഷെ കുറേയൊക്കെ ഞാൻ കേട്ടില്ല കണ്ടില്ല എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ബേസിക്കലി സെറ്റിൽഡ് ഇൻ ഫുജിയറാണ്. അപ്പം എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 2ാം ക്ലാസ്സിൽ. ഏത് സ്കൂളിന്റെ പേരെന്താ? റോയൽ പ്രൈവറ്റ് ഇംഗ്ലീഷ് സ്കൂൾ ഫുജിറ. എവിടെയാ സ്കൂൾ? എവിടെയാ? ഫുജിറയിൽ. അപ്പൊ ഈ ട്രെക്കിങ്ങിനൊക്കെ പോകുമ്പോൾ സ്കൂളിലൊക്കെ എന്താ പറയാ, അവരെന്താ പറയാ, അവരെന്തെങ്കിലുമൊക്കെ പറയാറുണ്ടോ? ക്ലാസ് ഒക്കെ മിസ്സാവില്ലേ? അതെന്താ ചെയ്യാ? വെക്കേഷൻ ഫുൾ ടൈം പോകുന്നത്. ക്ലാസ്സിനൊക്കെ പോയിട്ട്
അതിന്റെ കൂടെയാണ് ഇതും ചെയ്യുന്നത്? അല്ല, വെക്കേഷൻ ആകുമ്പോൾ ചെയ്യുന്നത്. വെക്കേഷൻ ആകുമ്പോഴാണ് ട്രെക്കിംഗ് ചെയ്യുന്നത്. ഉം. സ്കൂളിലെ ടീച്ചേഴ്സ് ഒക്കെ എങ്ങനെ എന്താ പറയുന്നത് ഇപ്പൊ ഈ ട്രെക്കിംഗ് ഒക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെ പോകുമ്പോൾ? കുറച്ചൊക്കെ ഫേമസ് ആയല്ലോ അല്ലേ? കുറച്ച് വൈറലൊക്കെ ആയല്ലോ. അപ്പൊ എന്താ അവരൊക്കെ ടീച്ചേഴ്സ് സ്റ്റുഡൻറ് ക്ലാസ്മേറ്റ്സ് ഒക്കെ എന്താ പറയാ? ക്ലാസ്മേറ്റ്സിന് അറിയില്ല, വെക്കേഷൻ ആയിക്കൊണ്ട് ടീച്ചറിനറിയാം. അപ്പൊ അവരൊക്കെ എന്താ പറഞ്ഞേ? ടീച്ചർ പറഞ്ഞു കൺഗ്രാജുലേഷൻസ്. കൺഗ്രാജുലേഷൻസ് പറഞ്ഞു. ഇപ്പൊ ഫേവറേറ്റ് ടീച്ചറിന്റെ പേരെന്താ? ഏതൊരു നേരത്തെ ഒരു ടീച്ചറിന്റെ പേര് അറിഞ്ഞില്ലേ? ഏതാ ഫേവറേറ്റ് ടീച്ചർ സ്കൂളിലെ? ക്ലാസ് ടീച്ചർ രേഷ്മ മാം. രേഷ്മ മാം. പിന്നെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിന്റെയും പേര് പറഞ്ഞില്ല, അതെന്തായിരുന്നു? ബെസ്റ്റ് ഫ്രണ്ട് ഐറ. ഐറ. ഐറക്കൊക്കെ അറിയും ഇങ്ങനെ ട്രെക്കിംഗ് ഒക്കെ ചെയ്യാറുണ്ടെന്ന്. അപ്പൊ ഐറക്ക് എന്താ പറയാ? കൺഗ്രാജുലേഷൻസ് തന്നെ. കൺഗ്രാജുലേഷൻസ് പറയും. ഈ ഐറനെയൊക്കെ ട്രെക്കിങ്ങിന് കൊണ്ടുവരുന്നുണ്ടോ? ഇങ്ങനെ പറയോ നമ്മുടെ കൂടെ നെക്സ്റ്റ് ടൈം വരണോന്നൊക്കെ പറയാറുണ്ടോ? ഇല്ല, ഇല്ലേ? അതെന്ത്? അവൾ കൽബില. അവള് കൽബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഹൽവ. 10 കിലോമീറ്റർ ദൂരത്താണ്. പിന്നെ അങ്ങനെ നമുക്ക് ആരെങ്കിലും വിളിച്ചു കൊണ്ടുപോകില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒന്നാമതിൻ്റെ ഗിയേഴ്സും കാര്യങ്ങളൊക്കെ വാങ്ങണം. അപ്പൊ ഞാൻ ഇവൾക്ക് 3ാമത്തെ പേര് ഷൂ ആണ് വാങ്ങിക്കുന്നത്. 5 വയസ്സുള്ളപ്പോൾ ഷൂ അതിപ്പോൾ ടൈറ്റ് ആയി. അത് കഴിഞ്ഞ് ഒരു ഷൂ കൂടി മേടിച്ചു, അടുത്ത ഷൂവിലേക്കായി. അപ്പൊ നമ്മളിതൊക്കെ വാങ്ങിച്ചു ഇതൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ ബാക്കിയുള്ളവർക്കൊന്നും ആ ഒരു പാറ്റേണിൽ അവർ ചിന്തിച്ചിട്ടില്ല. അവർ മാക്സിമം പാർക്കിൽ പോകുന്ന രീതിയിൽ. അപ്പൊ ഈ ഒരു നമുക്കിപ്പോ ഒരു മൗണ്ടൈൻ ഒരു ട്രെയിനിങ്ങും പ്രൊഫഷണൽ ഗൈഡൻസ് ഉണ്ടല്ലോ. അപ്പൊ ഇതിന്റെ മുമ്പ് എന്തൊക്കെയാണ്, ഇത് കയറുന്നതിന്റെ മുമ്പ് എന്തൊക്കെയാണ് ആ റൂട്ടീൻ ഉണ്ട്? എന്തൊക്കെ എക്സസൈസസ് ആണ് ചെയ്യുന്നത്? എത്ര നാളത്തെയാണ് ഈ ഒരു ട്രെയിനിങ് പീരിയഡ്? അങ്ങനെ വല്ലതും ഉണ്ടോ? ട്രെയിനിങ് പീരീഡ് എന്നല്ല, ശരിക്ക് ഇന്ത്യയിൽ മൗണ്ടനറിങ് കോഴ്സ് ഉണ്ട്. നമ്മുടെ ഈ ഡാർജിലിംഗിലും ഷിംലയിലും ഇപ്പൊ കാശ്മീരിലൊക്കെ ഇതിന്റെ കോഴ്സ് ഉണ്ട്, ഇതിന്റെ കോളേജുകളും ഉണ്ട്, അതിന് സർട്ടിഫിക്കറ്റ് എല്ലാം ഉണ്ട്. പക്ഷെ അതിന്റെ പ്രശ്നം മിനിമം ഏജ് 18 ആണ്. എന്ന് വെച്ചാൽ അവിടെ പഠിപ്പിക്കുന്ന ട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മൗണ്ടൈൻസിൽ ഐസിൽ എങ്ങനെ വാക്ക് ചെയ്യാം, ഐസിൽ എങ്ങനെ തിരിച്ച് അബ്സെൽ ചെയ്യുമ്പോൾ തിരിച്ചിറങ്ങുമ്പോൾ എങ്ങനെ ചെയ്യാം. ഇൻ കേസ് നമ്മൾ വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കോടാലി പോലത്തെ ഒരു സാധനമുണ്ട്, ആക്സ് വെച്ച് നമ്മളെങ്ങനെ ഹോൾഡ് ചെയ്യും, ഇതൊക്കെയാണ് പഠിപ്പിക്കുക. പക്ഷെ അതൊന്നും പഠിപ്പിക്കാനുള്ള പ്രായം ഇവർക്ക് ആയിട്ടില്ല. അപ്പോൾ നമ്മളതുകൊണ്ട് ചൂസ് ചെയ്യുന്ന മലകളും ആ രീതിയിലാണ്. അപ്പോൾ ആ മൗണ്ടനറിങ് കോഴ്സ് പഠിച്ച ആൾക്കാരൊക്കെ ഇപ്പോൾ ചെയ്യുന്നത് കുറച്ചും കൂടി വലിയ വലിയ എക്സ്പെഡീഷനാണ്. അലാസ്കയിൽ ഡെനാലി, എവറസ്റ്റ്, എന്താ പറയുക, ബേസ് ക്യാമ്പ്, അങ്ങനത്തെ രീതിയിൽ വിൻ്റർ എക്സ്പെഡീഷൻസ് ചെയ്യുന്ന നമ്മൾ കുട്ടികളായതുകൊണ്ട് അത്രയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ കൊടുക്കുന്ന ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ മലകൾ കയറ്റി നമ്മൾ ഇറക്കും. പിന്നെ എൻഡുറൻസ് ആണ് ഇവർക്ക് ഒരു പ്രാക്ടീസ് എന്നുള്ള രീതിയിൽ ഞാനിവിടെ കളരി പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഡെയിലി കളരിക്ക് പോകുന്നതുകൊണ്ട് ഇവൾക്ക് ആ ഒരു എൻഡുറൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് മതി ഇവളുടെ മലകയറ്റത്തിനുള്ള ഒരു ഇത്. അതുകൊണ്ട് വീക്കെൻഡ്സിലാണ് പോകുന്നത്. ശരിക്കും മല ഈ ക്ലാസ്സിനൊന്നും ബാധിക്കത്തില്ല, വീക്കെൻഡ്സിലാണ് പോകുന്നത്. തണുപ്പായി കഴിഞ്ഞാൽ എല്ലാ വീക്കെൻഡിലും ഞങ്ങൾ ശനി ഞായറിൽ ഏതെങ്കിലും ഒരു ദിവസം മല കയറാൻ പോകും ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട്. ഈ കുട്ടികളൊക്കെ പാർക്കിൽ കൊണ്ടുവന്നു കറങ്ങാൻ കൊണ്ടുവന്നു ഞങ്ങൾ ജസ്റ്റ് ശനിയാഴ്ച രാവിലെ അല്ലെങ്കിൽ ഞായറാഴ്ച രാവിലെ ഈ തണുപ്പുള്ള കാലങ്ങളിൽ. തണുപ്പില്ലാത്ത ഈ ഇപ്പം ചൂട് സീസണാണ് പറ്റില്ല. പക്ഷേ ഞങ്ങൾ ഈ മൗണ്ട് തബുക്കിലുള്ളത് കൊണ്ടും ഈ ചൂടത്തും വെളുപ്പങ്കാലത്ത് 2-2:30 പോയിട്ട് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തായിരുന്നു ഈ ഒരു സമയത്ത്, പോകുന്നതിന് മുന്നോടിയായിട്ട് ഒരു മാസം. അപ്പൊ ഇപ്പൊ അച്ഛൻ പറഞ്ഞ പോലെ കളരി പ്രാക്ടീഷണറാണ്, എക്സ്പേർട്ട് ആണെന്നൊക്കെ കേട്ടായിരുന്നു. ആണോ? കളരി ഒക്കെ എങ്ങനെയാ, അത് എപ്പോഴാ തുടങ്ങിയെന്നറിയോ? ജൂൺ അല്ലെങ്കിൽ ജൂലൈ കഴിഞ്ഞ വർഷം. കളരിക്കകത്ത് എന്തൊക്കെയാ ചെയ്യുന്നത്, എന്തൊക്കെയാ ചെയ്യാറ് അവിടെ? ഇപ്പൊ കളരിയിൽ ഞാൻ വടിയാണ്. കളരി. അപ്പം ഈ കളരി ചെയ്യുന്നത് ഇതിന് എത്രത്തോളം നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിട്ടുണ്ട്? ബെനിഫിഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കളരി ഡെയിലി അവർക്ക് ഒരു വാമപ്പും കാര്യങ്ങളും ഒരു എൻഡുറൻസ് കിട്ടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് ആ ഒരു വേറൊരു എക്സസൈസും ചെയ്തില്ലെങ്കിലും കുട്ടിക്ക് ഒരു കുഴപ്പമില്ല. മീൻസ് ഓൾറെഡി അവിടെ കുട്ടിയുടെ ബോഡി ചൂടാവുന്നതും കാര്യങ്ങളുണ്ട്. അപ്പം അത് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കുട്ടിക്ക് ടയർഡ്നെസ്സോ കാര്യങ്ങളോ പെട്ടെന്ന് ഉണ്ടാവില്ല ഈ മല കയറുമ്പോൾ. അതുകൊണ്ട് ഇതൊരു കോംബോ ആയിട്ട് കൊണ്ടുപോകുന്നു മാത്രം. എന്തൊക്കെയോ കുറേ റെക്കോർഡ്സ് ഒക്കെ കിട്ടിയെന്ന് കേട്ടിട്ടുണ്ടല്ലോ. എന്തൊക്കെയാ റെക്കോർഡ്സ് കിട്ടിയത്? ഒരെണ്ണം ജബൽജീസ് കയറിയിട്ട് ഇനി തബുക്കിൽ തബുക്കിൽ കയറിക്കൊണ്ട് ഒരു മന്ത്രിക്കും എനിക്ക് ബുക്ക് ഓഫ് റെക്കോർഡ് നേരത്തെ കിട്ടിയിട്ടുണ്ടല്ലേ? അതേതായിരുന്നു? ജബൽജീസ്. അത് എത്ര വയസ്സിലായിരുന്നു അറിയോ? 5 വയസ്സുള്ളപ്പോൾ റെക്കോർഡ് കിട്ടില്ലേ? അതെ. ഇപ്പം ഈ ജബൽജീസ് സമയത്ത് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ മല കയറുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ, കാരണം ഫസ്റ്റ് ടൈം അല്ലേ കുട്ടി ഇത്രയും
ഫസ്റ്റ് ടൈമാണ്. മല ശബരിമല കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടൈം ആണല്ലോ. ഫസ്റ്റ് ശബരിമല കഴിഞ്ഞിട്ട് ഒരു 2-3 ചെറിയ മലകൾ കയറിച്ചു ഞങ്ങൾ. ദിവസം ഏകദേശം ഞങ്ങൾ ശരിക്കും രാവിലെ 7 മണിക്ക് തുടങ്ങിയിട്ട് 6-7 മണിക്ക് തുടങ്ങിയിട്ട് വൈകിട്ട് 4:30 കഴിഞ്ഞത്. സാധാരണ ഹൈക്കിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു 10 മണി 11 മണി നമുക്ക് തീരുന്നതാണ്. പക്ഷെ കുട്ടിയായതുകൊണ്ട് നമുക്ക് പതുക്കനെ പോകാൻ പറ്റുള്ളൂ, പതുക്കനെ തിരിച്ചു വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആ ഒരു എക്സ്പീഡിഷൻ 16 കിലോമീറ്റർ ഞങ്ങൾ ഏകദേശം ഇത്രയും മണിക്കൂർ എടുത്താണ് ചെയ്തത്. ഞങ്ങൾ അന്ന് ടെൻഷനായിരുന്നു, പക്ഷെ അത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു പ്രതീക്ഷയിലൊന്നും അല്ല പോയത്. ഞങ്ങൾ ചെയ്തപ്പോൾ അങ്ങോട്ട് ചെയ്തു എന്നുള്ള രീതിയിൽ അങ്ങനെ. അപ്പം ഈ കളരിയാണോ ട്രെക്കിംഗ് ആണോ കൂടുതൽ ഇഷ്ടം? രണ്ടും ഇഷ്ടം. ഏതെങ്കിലും ഒന്ന് എടുക്കണമെന്ന് പറഞ്ഞാൽ ഏതെടുക്കും? രണ്ടും ഇഷ്ടം. അങ്ങനെ പറയാൻ പറ്റില്ല. ഏതെങ്കിലും ഒന്ന് എടുത്തേ പറ്റുമെന്ന് പറഞ്ഞു ഇനി കളരി അല്ലെങ്കിൽ ട്രെക്കിംഗ് ഏതെങ്കിലും ഒന്നേ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെടുക്കും? രണ്ടും ഇഷ്ടം. ശേ, അങ്ങനെ പറയാൻ പറ്റൂല. ഏതെങ്കിലും ഒന്ന് എടുത്തേ പറ്റൂ. എനിക്ക് രണ്ടും ഇഷ്ടം. ഓക്കെ. അപ്പൊ ഈ കളരിയിൽ എക്സ്പെർട്ട് പ്രാക്ടീഷണർ ആണ്. ഇനി ട്രെക്കിങ്ങിൽ ഇത്ര റെക്കോർഡ്സ് ഒക്കെ ഉണ്ട്, പ്രൊഫഷണൽ വലിയ വണ്ടർ കിഡ് ആണെന്നൊക്കെ അച്ഛൻ പറഞ്ഞത്. ഇതൊന്നും അല്ലാണ്ട് വേറെ ടാലൻസ് എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? ഹിഡൻ ടാലൻസ്? ഇല്ല. ഞാൻ റീൽസ് ഒക്കെ കണ്ടല്ലോ, എന്തോ അക്കൗണ്ടിൽ റീൽസ് ഒക്കെ കിടപ്പുണ്ടല്ലോ. ഡാൻസ്, പാട്ട്, അഭിനയിക്കും. ഡാൻസ് പഠിക്കുന്നുണ്ട്. പാട്ട് പാടല്ലേ? പാട്ട് അച്ഛൻ്റെ അച്ഛൻ്റെ പഠിക്കും. അച്ഛൻ്റെ പാട്ട് പഠിക്കുന്നുണ്ടോ? ഒരു പാട്ട് പാടുവോ? അച്ഛൻ ചെറുതായിട്ടൊരു പാട്ട്. എനിക്ക് ചെറുതായിട്ടൊരു പാട്ടായിരുന്നു. ഇപ്പൊ ഡാൻസറാണ്, കളരിയുണ്ട്, വേറെ ഇനിയും പുതിയതൊക്കെ വരുമോ? വലുതൊക്കെ എന്ത്? പഠിക്കാൻ ഇഷ്ടമാണോ? സ്കൂളിൽ പോയി പഠിക്കുന്നതൊക്കെ ഇഷ്ടമാണോ? ഏതാ ഫേവറേറ്റ് സബ്ജക്ട്? ഏതാ? മാത്സ് ആണോ? അടിപൊളി. എനിക്കൊന്നും മാത്സ് ഇഷ്ടമല്ലാത്ത ആളാണ്. അപ്പം ഈ വലുതായിട്ട് ആരാവണോന്ന് അച്ഛൻ്റെ ആഗ്രഹം? പൈലറ്റ് ആകാനാണോ ആഗ്രഹം? പൈലറ്റ് ആകുന്ന എങ്ങനെയാണെന്നൊക്കെ അപ്പം ചോദിച്ചിട്ടുണ്ടോ? അച്ഛൻ ചിലവട്ടം ഫ്ലൈറ്റിൻ്റെ പേര് ചോദിക്കും, ഫ്ലൈറ്റ് ഏതാണ്, പിന്നെ വിങ്സും ടയേഴ്സും എത്ര ഉണ്ട് അങ്ങനെ ചോദിക്കും. എത്ര എണ്ണമുണ്ട്? ചിലത് ഒരെണ്ണം, ചിലത് 2 3. ഇപ്പൊ പൈലറ്റ് ആകണമെന്നാണ് ആഗ്രഹം. അപ്പൊ വലുതായിട്ട് പൈലറ്റ് ആവും. ഇനി ഏതെങ്കിലും പേരൻസിന് ഇങ്ങനെ ട്രെക്കിംഗ് കൊണ്ടുപോകണം, കുട്ടികളെ കൊണ്ടുപോകണമെങ്കിൽ എന്താണ് അവരെന്തൊക്കെ പ്രൊസീജിയേഴ്സ് ചെയ്യണം? എന്തായിരിക്കും അവർക്ക് കൊടുക്കുന്നൊരു ഗൈഡൻസ് ആസ് എ പാരന്റ്? ഗൈഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ വലിയൊരു അങ്ങനെ പാരൻറ്റിങ്ങിന് ഒരു ഇത് പറയാനുള്ള ആളൊന്നുമല്ല. എങ്കിലും ഞാൻ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ കണ്ടുവരുന്ന ഒരു പ്രവണതയുണ്ട്. സ്ട്രോളർ എന്ന് പറഞ്ഞൊരു സംഭവം. ഒരു 4 വയസ്സായാലും 5 വയസ്സായാലും സ്ട്രോളർ ഉപയോഗിക്കുന്ന കുട്ടികൾ ഇഷ്ടം പോലെയുണ്ട്. അത് നമ്മുടെ കുട്ടി നടക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നൈസായിട്ട് ആ സ്ട്രോളർ മാറ്റുക എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ. ഞാൻ രണ്ടാമത്തെ കുട്ടിക്ക് ഞാൻ മാറ്റി. പക്ഷെ ഇവളുടെ പോലെ അത്ര നടക്കത്തൊന്നുമില്ല. അവൾക്ക് ഒത്തിരി മടി. എല്ലാ കുട്ടികളും നമുക്ക് ഒരുപോലെ കമ്പയർ ചെയ്യാൻ പറ്റില്ല, ഡിഫറെൻ്റ് ആണ്. രണ്ടാമത്തെ കുട്ടികളും ഇത്ര നടക്കില്ല. മാളിലൊക്കെ ഇറങ്ങി കുറച്ച് കഴിഞ്ഞാൽ കൈ പൊക്കി എടുക്കാൻ പറയും. പക്ഷെ ഞാനൊരു നടന്നു തുടങ്ങി 1.5 വയസ്സ് 2 വയസ്സായപ്പോൾ തന്നെ ഞാൻ ഈ സാധനം മാറ്റിയത്. പക്ഷെ അതാരും മാറ്റാറില്ല. അപ്പം അങ്ങനെ നമ്മൾ ഈ സ്ട്രോളറിൽ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ കുട്ടികൾക്ക് നടക്കാനുള്ളൊരു മടി ഉണ്ടാവും. അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. പിന്നെ ഞാൻ പുറത്തുള്ള ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ നാട്ടിൻപുറത്ത് നടക്കുന്ന പോലെ നടക്കുന്നില്ല. ഒന്നുകിൽ മാള് അല്ലെങ്കിൽ ഫ്ലാറ്റ്, ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ സ്ട്രോളറൊക്കെ ഒന്ന് ഒഴിവാക്കി കുട്ടികളെ ആ ഒരു നാച്ചുറൽ, എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യാത്രകളായാലും എനിക്ക് നാച്ചുറലിനോടാണ് കൂടുതൽ ഇഷ്ടം. ഇപ്പോൾ ഞാനൊരു വലിയ കെട്ടിവെച്ച മോണുമെൻറ്റിലേക്കും കാര്യങ്ങൾക്കും പോകുന്നതിനേക്കാൾ കൂടുതൽ ഒരു നാച്ചുറൽ വണ്ടർ എന്താണോ അത് കാണാനാണ് എനിക്കിഷ്ടം. അപ്പോൾ അതൊക്കെ ഞാൻ കുറച്ചും കൂടി ഇൻഡ്യൂസ് ചെയ്യുന്നുണ്ട്, അത് കാണാൻ വേണ്ടിയിട്ടും കാര്യങ്ങളും. ഇവർക്കിപ്പോൾ ഇച്ചിരി വയ്യാണ്ടാകുമ്പോൾ മണ്ണിലിരിക്കാനും, ചില കുട്ടികൾക്ക് മണ്ണിലിരിക്കുക, കയ്യിൽ പൊടിയാവുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഹൈജീൻ ഇഷ്യൂസാണ്. അതൊന്നും നിൽക്കില്ല. അതൊക്കെയാണ് നമ്മൾ കുറച്ചും കൂടി ട്രെയിൻ ചെയ്ത് കൊടുക്കുന്നത്. ആ ഒരു രീതിയിൽ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഹൈക്കിങ്ങും കാര്യങ്ങളൊക്കെ ആർക്കായാലും വരാൻ പറ്റും. ഇന്ത്യയിലുള്ള ഒരു കുട്ടിക്ക് ഏതൊക്കെ മലകളായിരിക്കും സജസ്റ്റ് ചെയ്യുന്നത്? ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ UAE കമ്പയർ ചെയ്യുന്ന പോലത്തെ ടെറൈൻ അല്ല ഇന്ത്യൻ ടെറൈൻ. ഇന്ത്യയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടെറൈൻ വരുമ്പോൾ ജംഗിളും കൂടി അതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ പല ടൈപ്പ് ടെറൈൻസ് ഉണ്ട്. ഇപ്പോൾ മൂന്നാറിലേക്കൊക്കെ പോവുകയാണെങ്കിലും പല ടെറൈനുകൾ ഇഷ്ടം പോലെയുണ്ട്. നമുക്ക് ഈ വാഗമൺ സൈഡിൽ തന്നെ ഒട്ടക്കുന്നുകൾ ഇഷ്ടം പോലെയുണ്ട് ആ ഒരു ഏരിയയിൽ. പക്ഷെ നമ്മുടെ ആ ഒരു ലൊക്കാലിറ്റിയിൽ നിന്ന് നമ്മൾ അവിടെ ഒരു ട്രാവൽ ചെയ്തെത്തി ഹൈക്കിങ്ങിന് മാത്രം പോകുന്ന ആ ഒരു പ്രവണതയൊന്നും ഇവിടെ ആ ഒരു ടൈപ്പിലുള്ള ടൂറിസം ഒന്നും വന്നിട്ടില്ല ഇവിടെ. പിന്നെയും കുറച്ച് മഹാരാഷ്ട്ര ഏരിയയിലാണ് ആ ഒരു ടൈപ്പ് ഹരിഹർ ഫോർട്ട്, ജീവദാൻ ഫോർട്ട് എന്നൊക്കെ പറഞ്ഞ് മഹാരാഷ്ട്രയിലൊക്കെ കുറച്ച് ട്രയൽസ് ഉണ്ട്. പക്ഷെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് റിസ്ക്കുമാണ്. പക്ഷേ നമ്മൾ പ്രോപ്പർ ഗൈഡൻസ് ലൈനിൽ പോവുകയാണെങ്കിലൊക്കെ സുഖമായിട്ട് പോകാൻ പറ്റുന്ന ട്രയലുകൾ ഇഷ്ടംപോലെ ഉണ്ട്.
പക്ഷെ എനിക്ക് അങ്ങനെ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ട്രെയിലുകൾ എനിക്കറിയില്ല. ഒന്നാമത് ഞാൻ അവിടെയാണ്. പക്ഷെ ഞാൻ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെയാണെങ്കിൽ ലിസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഏതെങ്കിലും? അവിടെയാണെങ്കിൽ ഇഷ്ടം പോലെയാണ്. അതൊരു ലിസ്റ്റ് ആയിട്ട് പറയാം. യു എയിലുള്ള താമസിക്കുന്ന ആൾക്കാർക്ക് ഇഷ്ടം പോലെ മാർക്കഡ് ട്രയൽ ഉണ്ട്. അവിടെ മാർക്കഡ് ട്രയലും ഉണ്ട്, അൺമാർക്കഡ് ട്രയലും ഉണ്ട്. ഞങ്ങൾ കൂടുതൽ അൺമാർക്കഡ് ട്രയൽസിലാണ് പോവുക, ഗൈഡ്സിനെ കൊണ്ട്. മാർക്കഡ് ട്രയൽ എന്ന് പറഞ്ഞപ്പോൾ അൽറാബി ടവർ, കോർഫഗാനിൽ, റഫീസ ട്രയൽ, കോർഫഗാനിൽ, അതേപോലെ ഫുജറയിൽ 7 സമ്മിറ്റ് ട്രയൽ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആർക്കായാലും പോയി വരാൻ പറ്റുന്ന റേഞ്ച് കിട്ടുന്ന സ്ഥലങ്ങളൊക്കെയാണത്. ഞങ്ങളൊക്കെ പോകുന്നത് റേഞ്ച് കിട്ടാത്ത സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത്. വാക്കി ടോക്കിയും കൊണ്ട് റേഞ്ച് കിട്ടാത്ത ഏരിയയിലേക്കൊക്കെയാണ് ഞങ്ങൾ പോകുക. ആദ്യം ഈ ഒരു ട്രെയിനിലൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റേഞ്ച് കിട്ടാത്ത ഏരിയയിലേക്ക് ഗൈഡ്സിനെ വെച്ചിട്ട് അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ ഇതേപോലെ ഗൈഡഡ് ടൂർസ് നടത്തുന്ന അഡ്വഞ്ചർ കമ്പനികളുണ്ട്. ഗുജറാത്ത് അഡ്വഞ്ചർ എന്ന് പറഞ്ഞിട്ട്, അതുപോലെ ഗ്രീൻ വേ അഡ്വഞ്ചേഴ്സ് നാസർ നടത്തുന്ന, അതുപോലെ ഒരുപാട് കമ്പനികൾ. ആ കമ്പനികളിൽ അവരായിട്ട് ഹയർ ചെയ്ത് കഴിഞ്ഞാൽ പെർ ഡേ നമുക്ക് ഹൈക്കിങ്ങിനൊക്കെ പോകാൻ പറ്റും അവിടെ. ഒരു ഇന്ത്യയിൽ ഒരു കുട്ടികളല്ല അല്ലാത്തവർക്ക് കയറാൻ പറ്റിയ ഒരു മല, ഒരു ലിസ്റ്റ് പോലെ, ഒരു ടോപ്പ് 10 പോലെ എന്തെങ്കിലും സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? സജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത് മുംബൈയാണ്. മുംബൈയിലെ ലോണാവാല ഏരിയയിൽ ഇഷ്ടംപോലെ മലകളുണ്ട്. ഞാൻ 1-2 കയറിയിട്ടുണ്ട് ഞാൻ. പക്ഷെ അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നും ഓരോ ട്രയലാണ്. ജംഗിൾസ് ഉണ്ട്, അതേപോലെ മഴയുണ്ടാകുമ്പോൾ അതിൻ്റെ ബ്യൂട്ടി വേറെയാണ്. വാട്ടർഫാൾസ് കാര്യങ്ങൾ, വാട്ടർഫാൾസിൻ്റെ ഇടയിൽ കൂടെ കയറണം. അപ്പോൾ നമ്മൾ എപ്പോഴും ഈ ഒരു മല കയറാന്ന് പറഞ്ഞാൽ ബോറടിക്കില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരേ പോലത്തെ ട്രെയിൻ ഞാൻ കയറാറില്ല മല. എനിക്ക് കുറച്ച് അഡ്വഞ്ചേഴ്സ് വേണം, കുറച്ച് അപ്സെല്ലിങ് കാര്യങ്ങൾ, അങ്ങനത്തെയൊക്കെയുള്ള വാട്ടർഫാൾസ് വരിക, ഇറങ്ങുക, കയറിയിട്ട് ഇറങ്ങുക, പിന്നെ നടക്കുക, കുറച്ച് നീന്തി പോവുക, അങ്ങനത്തെ ഒരു സെക്ഷനാണ് അത്. അപ്പോൾ എനിക്കിഷ്ടം മുംബൈയാണ്. മുംബൈയിൽ ഒരുപാട് ട്രയൽസ് ഉണ്ട്. കേരളത്തിൽ അത്ര ഇല്ല, എന്നാലും മുംബൈയിലാണ് കുറച്ചുകൂടി ഞാൻ കണ്ടതിൽ കുറച്ചുകൂടി ട്രയലായിട്ട് ഇങ്ങനെ ടൂറായിട്ട് നടത്തുന്നത്. അപ്പം നമ്മുടെ കോച്ചിനെ പറ്റിയിട്ട്, നമ്മുടെ കോച്ച് നാസറിനെ പറ്റിയിട്ട് എന്തെങ്കിലും പറയാമോ? എങ്ങനെ ആളെങ്ങനെ സ്ട്രിക്റ്റ് ആണോ, ഭയങ്കര ദേഷ്യമൊക്കെയാണോ? അല്ല, പ്രോപ്പർ ഫുഡ് കഴിക്കണം. പിന്നെ ക്ഷീണിച്ച മറ്റേ ഇലക്ട്രോലൈറ്റ് കുടിക്കണം. പിന്നെ ഒരു എനർജി വാഫിൾസ് ഉണ്ട്, ഭക്ഷണം കഴിച്ചിട്ടത് കഴിക്കണം. ജെല്ലും ഉണ്ട്, ക്ഷീണിച്ച അല്ലെങ്കിൽ 1 hour കഴിഞ്ഞിട്ട് കഴിക്കും. അപ്പം ഈ സാറ് വഴക്കൊക്കെ പറയാറുണ്ടോ കോച്ച്? ഇല്ല. കോച്ചിനോട് കളിക്കാറൊക്കെ ഉണ്ടോ? കോച്ച് ഗെയിംസ് അങ്ങനെയൊക്കെ കളിപ്പിക്കാറൊക്കെ ഉണ്ടോ? വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് അമ്മ, ചേച്ചീൻ്റെ അനിയത്തി, എൻ്റെ അനിയത്തി, അമ്മമ്മ, മുത്തച്ഛൻ, വല്യമ്മ, വല്യച്ഛൻ. വലിയ ബിഗ് ഫാമിലി അല്ലേ? ഫാമിലി ഉദ്ദേശിച്ചു ഇവിടുന്നല്ലേ വരുന്നത്, അതുകൊണ്ട് ഇവിടുത്തെ എല്ലാവരും പറഞ്ഞതാ. അവിടെ ആരൊക്കെയാ വീട്ടിലാ? അമ്മ, അമ്മയുടെ പേരെന്താ? അരുണ. അച്ഛന്റെ പേരെന്താ? കൃഷ്ണരാജ്. വേറെ അനിയന്റെ പേരെന്താ? ആസ്റ്റർ. അനിയനല്ല, അനിയത്തി ആസ്ത. അനിയത്തിക്ക് എത്ര വയസ്സുണ്ട്? 4 വയസ്സ്. അനിയത്തിയായിട്ട് ഇനി ട്രക്കിങ്ങിനൊക്കെ അടുത്തത് ഇനി അനിയത്തിയും കൊണ്ടൊക്കെ പോവോ? 4 വയസ്സായി. ഇനി 5 വയസ്സാകുമ്പോഴത്തേക്ക് നെക്സ്റ്റ് ഒരു ശബരിമല കയറും. 2 കൂടി പോവും. എന്താ വീട്ടിലെന്താ വിളിക്കുക? പാപ്പു. അപ്പൊ ഇനി നെക്സ്റ്റ് നമുക്കൊരു ജൂനിയർ പാപ്പു, ജൂനിയർ ഇയാനെ കാണാൻ പറ്റും അല്ലേ? പ്രതീക്ഷിക്കാൻ. ഉറപ്പ് പറയാൻ പറ്റില്ല, നമ്മുടെ നോക്കും. ഉറപ്പ് പറയാം, എല്ലാ കുട്ടികൾക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടണമെന്നില്ല. ഇവൾക്ക് എന്തോ ലക്കിൽ കിട്ടി. ഇനി പൈലറ്റ് ആകണമെന്ന് പറഞ്ഞ് ഇനി ഏതെങ്കിലും മലകൾ ഏതെങ്കിലും നോക്കി വെച്ചിട്ടുണ്ടോ കയറാൻ വേണ്ടിയിട്ട്? ഏതെങ്കിലും റെക്കോർഡ് പൊട്ടിക്കാൻ നോക്കി വെച്ചിട്ടുണ്ടോ? അടുത്തത് കിളിമഞ്ചാരോ കയറാൻ പോവാണ്. എന്നത്തേക്ക് പ്ലാൻ വല്ലതും ഉണ്ടോ? പ്ലാൻ അടുത്ത വർഷം കയറാനാണ്. ഏതെങ്കിലും റെക്കോർഡ് നോക്കി വെച്ചിട്ടുണ്ടോ പൊട്ടിക്കാൻ? റെക്കോർഡ് പൊട്ടിക്കാൻ പറ്റില്ല. ഇല്ലേ? ഞങ്ങൾ ആദ്യം ഈ മൗണ്ട് തുബുക്കലിന് മുമ്പ് കിളിമഞ്ചാരോ പ്ലാൻ ചെയ്ത്. പക്ഷേ അവിടുത്തെ ഈ ഒഫീഷ്യൽ റെക്കോർഡ്സിൽ 10 years വേണം നമുക്ക് പെർമിറ്റ് കിട്ടാൻ. ഇതിൻ്റെ ഒരു പെർമിറ്റ് കിട്ടണമെങ്കിൽ. പക്ഷേ 8 വയസ്സിലും 9 വയസ്സിലും റെക്കോർഡ് ഉണ്ട് കിളിമഞ്ചാരോയിൽ. അത് ഒഫീഷ്യൽസ് വഴിയാണ് കിട്ടുന്നത്. പക്ഷെ നമ്മൾ ട്രൈ ചെയ്തു, കിട്ടിയില്ല ഞങ്ങൾക്ക്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ തുബുക്കൽ എടുത്തത്. ഇപ്പൊ കുറേ സ്ഥലങ്ങൾ കയറിയിട്ടുണ്ട്, മല കുറേ പോയിട്ടുണ്ട്, കുറേ സ്ഥലങ്ങൾ കറങ്ങാൻ പോയിട്ടുണ്ട് അല്ലേ? ഇതിനകത്ത് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം, ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതായിരുന്നു? ട്രാവൽ ചെയ്തപ്പോൾ
ട്രാവൽ ചെയ്തപ്പോൾ ഫേവറേറ്റ് സ്ഥലം? ടർക്കി. ടർക്കി. ടർക്കിയിൽ എന്താ ഇഷ്ടപ്പെട്ടെ? മിഠായി. മിഠായ. ഫേവറേറ്റ് ഫുഡ് എന്താ? ടർക്കിയിലൊരു റെസ്റ്റോറൻറ്റ് എന്തോ ഒരു സൂപ്പ് പോലെ കഴിച്ചായിരുന്നു, അത് ഇഷ്ടപ്പെട്ടു. ചോക്ലേറ്റ്സ് ആണ് അപ്പൊ കൂടുതൽ ഇഷ്ടം? ചോക്ലേറ്റ്സ് ഭയങ്കര ഇഷ്ടം. ടർക്കിഷ് ഡിലൈറ്റ് ഉണ്ട്, അതാണ് അവള് പറയുന്നത്. ഓ, ടർക്കിഷ് ഡിലൈറ്റ് അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പൊ ഈ മലയൊക്കെ കയറുമ്പോ ഇങ്ങനത്തെ ഫുഡ്സ് ഒക്കെ നിങ്ങൾ ഡയറ്റ് എന്തെങ്കിലും ഫോളോ ചെയ്യാറുണ്ടോ? അങ്ങനെ വലിയ രീതിയിൽ ഡയറ്റ് ഒന്നുമില്ല. എന്താ പറയാ, നോർമൽ ആ ഒരു പോകുന്നതിന് തലേദിവസം ജങ്ക് ഫുഡ്സും കാര്യങ്ങളൊന്നും കൊടുക്കില്ല. പിന്നെ ജങ്ക് ഫുഡ് വളരെ റെയർ ആയിട്ട് ഇവർ ബർത്ത്ഡേ ഫംഗ്ഷൻസിൽ മാത്രമേ കഴിക്കുന്നുള്ളൂ. ഞങ്ങൾ വീട്ടിലങ്ങനെ കൊടുക്കൽ കുറവാണ്. അപ്പൊ ആസ് എ പേരന്റ്, ഇപ്പൊ കുട്ടി ഇത്രയും വലിയൊരു റെക്കോർഡ് എടുത്തു, അത് 5-ാം വയസ്സിൽ റെക്കോർഡ് എടുത്തു, ഇത്രയും വലിയൊരു ലെവലിൽ എത്തു, ഇപ്പൊ ഇന്നൊരു ഇന്റർവ്യൂ കൊടുക്കുന്നത് മോള് കാരണമാണ്. ആസ് എ പേരന്റ്, ഹൗ ഡു യു ഫീൽ? വളരെ സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്രയും വലിയൊരു ഉയരത്തിലെത്തുക എന്ന് പറയുന്നത് തന്നെ ഇല്ല. ഇപ്പൊ ഞങ്ങള് ഇവിടെ നിന്ന് വന്നപ്പോൾ ഞങ്ങൾ പോലും അറിഞ്ഞില്ല. ആലുവ MLA വന്നിട്ടാണ് ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് റിസീവ് ചെയ്തത്. ഞാൻ 14 കൊല്ലം വന്നിട്ടും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു റിസീവ് എയർപോർട്ടിൽ കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾക്ക് ഭയങ്കര ഒരു സന്തോഷം തരുന്നൊരു സംഭവമാണ്. പക്ഷെ നമ്മളിങ്ങനെ ഒരു ഇതൊന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്. പക്ഷേ എങ്കിലും നമുക്കത് കിട്ടുമ്പോൾ വളരെ വളരെ സന്തോഷമുണ്ട്, ഈ ഒരു അച്ചീവ്മെന്റ് ചെയ്തു എന്നുള്ള രീതിയിൽ. ഇങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള പേരൻസ് കുറേ പേരുണ്ടാകും, പക്ഷെ അവർ കുറേ കൺസേൺസ്, ഈ പറഞ്ഞ പോലെ പേടിയൊക്കെ ഉണ്ടാകാം. അപ്പോൾ അങ്ങനത്തെ പേരൻസിനോട് എന്താണ് അവരോടൊരു അഡ്വൈസ്, മെസ്സേജ് പോലെ പറയുന്നത്? മെസ്സേജ് എന്ന് വെച്ചാൽ അവരുടെ കുട്ടികളിൽ എന്താണോ എന്നുള്ളത് നമുക്ക് ഏതെങ്കിലും ഒരു സിനാരിയോയിൽ നമുക്ക് ഫൗണ്ട് ചെയ്യാൻ പറ്റും. അവർക്ക് എന്താണ് ഇൻട്രസ്റ്റ് എന്നുള്ളത്. ആ ഇൻട്രസ്റ്റിന് നമ്മൾ എഫേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് റിസൾട്ട് ഉണ്ടാവും. ഒരു മല കയറാൻ ഇഷ്ടമില്ലാത്ത കുട്ടിക്ക് ഒരു കുട്ടി കയറി എന്ന് കണ്ടിട്ട് എത്ര നമ്മുടെ മോട്ടിവേഷൻ കൊടുത്താലും ആൾ കയറില്ല. പക്ഷെ അവർക്ക് വേറെ ആയിരിക്കും അത്. ആ ഒരു സംഭവം കണ്ടുപിടിക്കലാണ് ഒരു പാരൻറ്റിൻ്റെ ഒരു ടാസ്ക് എന്ന് തോന്നുന്നത് എനിക്ക്. അത് കണ്ടുപിടിക്കുക, അതിനുള്ള കറക്റ്റ് എഫേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി ഓക്കെ ആവും. താങ്ക് യു സോ മച്ച്. ഇനി അടുത്ത കിളിമഞ്ചാരോ ഒക്കെ കയറി വന്നിട്ട് അടുത്തൊരു ഇന്റർവ്യൂ ഒക്കെ വരുമോ? ഇവിടെ വന്ന് തരുമോ? ഷുവറായിട്ടും വരും. നെക്സ്റ്റ് ഒരു കുറേ റെക്കോർഡ്സ് ഒക്കെ മേടിച്ച് ഒരു വലിയ പൈലറ്റ് ആയിട്ട് പിന്നെ ഇവിടെ ഇന്റർവ്യൂ തരാൻ വരണം കേട്ടോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.